PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ മെയ് 10 2025 മെയ് 10 നടത്തിയ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ പ്രിലിമിനറി പരീക്ഷ നടന്നിരുന്നല്ലോ, PSC നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ഒക്കെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഫൈനൽ ആൻസർ കീ കറക്ഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചുകളാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ ആൻസർ മാത്രം വായിച്ച് പോകണല്ലോ, കാരണം നമ്മൾ ഓൾറെഡി പ്രൊവിഷണൽ നല്ല ഇതിൽ ചെയ്തതാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വന്നേക്കുന്ന ചേഞ്ചസ് നോക്കാം. ഒന്നാമത്തേൻ്റെ ആൻസർ ബി മാറ്റില്ല. 2B, 3D, 4A, 5A, 6D, 7C, 8A, 9D, 10D, 11C, 12B, 13C, 14C, 15B. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സിംഗുലാർ നൗൺ ഇൻ ദ ബിലോ സെൻറ്റൻസ്. ദ ചൈൽഡ് പ്ലേസ് ഇൻ ദ പാർക്ക് എവരി ഈവനിങ് എന്നുള്ളതിൽ ആ ക്വസ്റ്റ്യൻ ഡെലീറ്റഡ് ആണ്. അപ്പോൾ 16ാമത്തെ ചോദ്യം ഡെലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 17C, 18B, 19B, 20D, 21C, 22C, 23B, 24C, 25B, 26B, 27B, 28C, 29A, 30B, 31A, 32B, 33D, 34B, 35D, 36B, 37C, 38A, 39A, 40D, 41B, 42A, 43C, 44D, 45B, 46C, 47B. 48ാമത്തെ ക്വസ്റ്റ്യൻ ഡെലീറ്റഡ് ആക്കിയിട്ടുണ്ട്. അല്ല, 48ാമത്തെ ക്വസ്റ്റ്യൻ സി തന്നെ ഉത്തരം, സോറി. 49ാമത്തെ ക്വസ്റ്റ്യനാണ് ഡെലീറ്റഡ് ആക്കിയിരിക്കുന്നത്. ആ മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ക്വസ്റ്റ്യൻ, ലെഫ്റ്റും റൈറ്റും എ കോളം ബി കോളം തന്നിട്ടുള്ളത്, അത് ഡെലീറ്റഡ് ആക്കിയിട്ടുണ്ട്. ഇനി അപ്പോൾ 49 ഡെലീറ്റഡ് ആണ്. ഇനി 50D, 51C, 52D, 53B, 54B. 55ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എ വർക്കർ അണ്ടർ ദ റോവൻ പ്ലാൻ സേവ്സ് 4 hours ഓൺ എ ജോബ് വിച്ച് വാസ് അലൗഡ് 10 hours ആൻഡ് ദ അവർലി വേജ് റേറ്റ് ഈസ് ₹60, ദെൻ വാട്ട് വിൽ ബി ദ വർക്കേഴ്സ് ടോട്ടൽ ഏർണിങ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ഡെലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 56ാമത്തേൻ്റെ ക്വസ്റ്റ്യൻ, ടോട്ടൽ ഫാക്ടറി ഓവർ ഹെഡ്സ് ₹1,20,000 എന്നുള്ള ക്വസ്റ്റ്യൻ, അതിൽ വേജസ് ₹80,000. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചിരുന്നു. ആ ക്വസ്റ്റിൻ്റെ ആൻസർ 100% ആയിരുന്നു പ്രൊവിഷണലിൽ. ഇപ്പോൾ ഫൈനൽ ആൻസർ കീയിൽ സി ആണ്, 150% ആക്കി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി 57B, 58A, 59C, 60D, 61D, 62A, 63B, 64D, 65D, 66B, 67A, 68A, 69C, 70C, 71B, 72D, 73B, 74A, 75A, 76C, 77B, 78B, 79D, 80A, 81D, 82A, 83A, 84B, 85D, 86C. 87ാമത്തെ ക്വസ്റ്റ്യൻ്റെ, 2 hills are of same height. Distance between top of these hills is √675 meter. A tower of height 15 meter is situated on the top of one of these hills. Then the angle of elevation from the top of the other hill to the top of the tower is 60 degree ആയിരുന്നു ആൻസർ സി തന്നിരുന്നത്. ഇപ്പോൾ അത് 30 degree ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി 88B ആണ്. 89ാമത്തെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ എന്നുള്ള ക്വസ്റ്റ്യൻ ഡെലീറ്റഡ് ആണ്. പിന്നെ 90C, 91A, 92B, 93A, 94B, 95B, 96D, 97A, 98A, 99A, 100D. അപ്പോൾ 4 ക്വസ്റ്റ്യൻ ഡെലീറ്റഡ് ആക്കിയിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ ചേഞ്ചും വരുത്തിയിട്ടുണ്ട്. ഇതാണ് എ
ആൽഫ കോഡിൽ പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ മാറ്റം ഫൈനൽ ആൻസർ കീയിൽ വരുത്തിയിട്ടുള്ളത്. 4 ക്വസ്റ്റ്യൻ ഡെലീറ്റഡ് ആക്കിയിട്ടുണ്ട്, 2 ക്വസ്റ്റ്യൻ ചേഞ്ചും ആൻസർ ഓപ്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെല്ലാ ആൻസർ കീയിലും ഏത് ആൽഫ കോഡായാലും ഇതൊക്കെ സെയിം ആണ്. ഇനി ബി ആൽഫ കോഡുകാർക്ക് ഈ ചേഞ്ച് 33ാമത്തെ ക്വസ്റ്റ്യനും 39ാമത്തെ ക്വസ്റ്റ്യനും ഡെലീറ്റഡ് ആക്കിയിട്ടുണ്ട്. 40ാമത്തേൻ്റെ ആൻസർ സി ആക്കിയിട്ടുണ്ട്. പിന്നെ 71ാമത്തെ എ ആക്കിയിട്ടുണ്ട്. 73 ഡെലീറ്റഡ് ആക്കിയിട്ടുണ്ട്. 100ഉം ഡെലീറ്റഡ് ആക്കിയിട്ടുണ്ട്. ഇനി സി ആൽഫ കോഡിൽ പരീക്ഷ എഴുതിയവർക്ക് 17ാമത്തെയും 23ാമത്തെയും ക്വസ്റ്റ്യൻ ഡെലീറ്റഡ് ആക്കിയിട്ടുണ്ട്. 24ാമത്തെ ക്വസ്റ്റ്യൻ സി ആക്കി മാറ്റിയിട്ടുണ്ട് ആൻസർ ഓപ്ഷൻ ചേഞ്ച് ചെയ്ത്. പിന്നെ 55ാമത്തെ ക്വസ്റ്റ്യൻ എ ആണ് ഓപ്ഷൻ. 57 ഡെലീറ്റഡ് ആക്കിയിട്ടുണ്ട്. 84ഉം ഡെലീറ്റഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഡി ആൽഫ കോഡിൽ പരീക്ഷ എഴുതിയവർക്ക് 1ാമത്തെ ക്വസ്റ്റ്യൻ ഡെലീറ്റഡ് ആണ്, 7ഉം ഡെലീറ്റഡ് ആണ്. 8ാമത്തേന് സി ആക്കിയിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട് ഓപ്ഷൻ. പിന്നെ 39 എ ആണ് ഓപ്ഷൻ ചേഞ്ച് ചെയ്തേക്കണത്. 41 ഡെലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 68ാമത്തെ ക്വസ്റ്റ്യനും ഡെലീറ്റഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ ആൽഫ കോഡിൽ നിന്നും 4 ക്വസ്റ്റ്യൻ ഡെലീറ്റഡും 2 ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 96-ലായിരിക്കും. 2 ഓപ്ഷൻ ചേഞ്ച് ചെയ്തേക്കാണല്ലോ, ബാക്കി 4 ഡെലീറ്റ് ചെയ്തേക്കണത്. അപ്പോൾ 96-ലായിരിക്കും ഇതിൻ്റെ മൂല്യനിർണ്ണയം നടക്കുക. അപ്പോൾ 96-ലായിരിക്കും ഇതിൻ്റെ. നിങ്ങൾ ഫൈനൽ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോർ ഒന്നും കൂടെ മനസ്സിലാക്കിയിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ആ കമൻസിൽ ഒന്നിട്ടാൽ നല്ലതായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.